സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, നവരാത്രിയോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഗ്രന്ഥം വെപ്പ് കർമ്മം നടക്കുന്ന സമയം, അല്ലെങ്കിൽ പുസ്തകം പൂജയ്ക്ക് വെക്കുന്ന സമയം എന്നർത്ഥം. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ആ പുസ്തകം പൂജയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസത്തേക്ക് പഠിക്കേണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് എന്നർത്ഥം. എന്നാൽ യഥാവിധി ഈ പൂജയ്ക്ക് വെക്കുന്ന ദിവസം അന്ന് പുസ്തകങ്ങൾ നമ്മൾ അഷ്ടമിയുടെ അന്ന് പൂജയ്ക്ക് വെക്കും. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ പുരാണ ഗ്രന്ഥങ്ങൾ വെക്കും. ഓരോ ആൾക്കാർക്ക് ഏതിനോടാണോ അമിതമായി താല്പര്യമുള്ളത്, ഏതിലൂടെയാണോ ഏറ്റവും കൂടുതൽ എനിക്ക് അറിവ് സമ്പാദിക്കേണ്ടത് എന്നുള്ളതനുസരിച്ച് അവർ അതിൻ്റെതായ ഗ്രന്ഥങ്ങൾ അവിടെ പൂജയ്ക്കാനായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഈ വർഷവും നമുക്ക് ആ ഗ്രന്ഥം പൂജയ്ക്ക് വെക്കുവാനുള്ള സമയം സമാഗതമായി എന്നർത്ഥം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വർഷം എല്ലാ വർഷത്തിനെയും അപേക്ഷിച്ച് ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, എല്ലാ വർഷവും അഷ്ടമിയുടെ അന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, പുസ്തകം പൂജയ്ക്ക് വെക്കുക. അഷ്ടമി നവമി കഴിഞ്ഞാൽ ദശമിയുടെ അന്ന് ആ ഗ്രന്ഥം എടുക്കും, എന്ന് വെച്ചാൽ മൂന്നാമത്തെ ദിവസം എടുക്കും. എന്നാൽ ഈ വർഷം അങ്ങനെയല്ല. ഈ വർഷം 4ാമത്തെ ദിവസമാണ് പുസ്തകം പൂജയ്ക്ക് വെച്ചതിന് ശേഷം എടുക്കേണ്ടത്. വിജയദശമി പുസ്തക പൂജയ്ക്ക് വെച്ചതിൻ്റെ 4ാം ദിവസമാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ദിവസം അധികമായിട്ട് പുസ്തകം പൂജിക്കാൻ വെക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് എന്നും കൂടി മനസ്സിലാക്കണം. പലർക്കും ഒരു ആശയക്കുഴപ്പമുണ്ടാവും. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണെന്ന് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അഷ്ടമിയുടെ അന്നാണ് ഈ ഗ്രന്ഥം പൂജിക്കേണ്ടത്. അഷ്ടമിയുടെ അന്ന് എന്ന് പറയുന്ന സമയത്ത് അഷ്ടമി എന്ന് പറയുന്ന ആ തിഥി രാത്രിയിൽ കിട്ടണം. രാത്രിയിൽ വരുന്ന സമയത്ത് വേണം ഈ ഗ്രന്ഥം വെച്ച് സന്ധ്യാവേളയിൽ അഷ്ടമി ഉണ്ടാകണം. അങ്ങനെ അഷ്ടമി ഉണ്ടെങ്കിലാണ് ആ സമയത്താണ് നമ്മൾ വെക്കേണ്ടത്. എന്നാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നത് എപ്പോൾ അറിയോ? പ്രത്യക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ കലണ്ടറിൽ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് സപ്തമിയുടെ അന്നാണ് ഗ്രന്ഥം വെക്കേണ്ടത്. കലണ്ടറിൽ കാണും വിധത്തിൽ യഥാർത്ഥത്തിലുള്ള തിഥി നോക്കുന്നതല്ല കലണ്ടറിലുള്ളത്. കലണ്ടറിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സപ്തമിയുടെ അന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും, ഇത്തവണ ആദ്യത്തെ 3 ദിവസങ്ങളിലെ ചന്ദ്രൻ്റെ ഗതിവിഗതികൾ അമിത വേഗത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് കൊണ്ട് ഒരു ദിവസം 60 നാഴികയാണ് ഒരു തിഥി വേണ്ടതെങ്കിലും അതിനേക്കാൾ കൂടുതൽ നാഴിക ഓരോ ദിവസവും വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്ന് വെച്ചാൽ ഈ അഷ്ടമിയോട് ഈ പറയുന്ന പ്രഥമ, ദ്വിതീയ, തൃതീയ ഈ 3 ദിവസം ആകുമ്പോഴേക്കും അഷ്ടമിയുടെ അല്ലെങ്കിൽ ഈ നവമിയോട് അനുബന്ധിച്ചിട്ടുള്ള നവരാത്രിയോടനുബന്ധിച്ചുള്ള ആദ്യത്തെ 3 ദിവസം ആകുമ്പോഴേക്കും ശരാശരി 7.5 മണിക്കൂർ എങ്കിലും അധികം വരുന്നുണ്ട് ഈ പറയുന്ന സമയത്തിനുള്ളിൽ. 24 മണിക്കൂറാണ് 60 നാഴിക എന്ന് പറയുന്നത്. ഈ വിധത്തിൽ 3 ദിവസത്തിൻ്റെ കണക്ക് പ്രകാരമാണെങ്കിൽ 7.5 മണിക്കൂറോളം അധികം വരുന്നുണ്ട് ഈ 3 തിഥിയിലൂടെ കടന്നു പോകുമ്പോൾ. ഒരു ദിവസം ഈ 3 ദിവസത്തേക്ക് 72 മണിക്കൂറാണ് വേണ്ടതെങ്കിൽ 80 മണിക്കൂർ കൊണ്ട് തന്നെ 80 മണിക്കൂർ വരുന്നുണ്ട് ഈ പറയുന്ന തൃതീയ വരുമ്പോഴേക്കും എന്നർത്ഥം. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ദിവസത്തെ പൂജ കൂടുതലായിട്ട് വരുന്നു. എന്ന് വെച്ചാൽ സപ്തമി വരേണ്ടത് രാത്രിയിലേക്ക് വരേണ്ട സപ്തമി ആ ദിവസം സപ്തമിയുടെ അന്നേ ദിവസം രാവിലെ 12 മണിയോടുകൂടി ഈ സപ്തമി അങ്ങോട്ട് തീർന്നു. അപ്പോൾ സപ്തമിയുടെ അന്ന് 12 മണി വരെ ഉള്ളൂ. പിന്നീട് എന്തായി, അഷ്ടമി ആരംഭിച്ചു. സപ്തമി കഴിഞ്ഞ പിന്നെ അഷ്ടമിയല്ലേ. അങ്ങനെ വരുന്ന അവസരത്തിൽ 10-ാം തീയതി വ്യാഴാഴ്ച ദിവസം
ഉച്ചക്ക് 12 മണിയോടുകൂടി സപ്തമി തീരുകയും ഉച്ചക്ക് 12 മണിക്ക് ശേഷം അഷ്ടമി തുടങ്ങുകയും ചെയ്തു. ഈ അഷ്ടമി അന്ന് സന്ധ്യക്കും രാത്രിയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പിറ്റേ ദിവസം 11 മണി വരെ ഈ അഷ്ടമിയാണ്. അപ്പോൾ സന്ധ്യക്ക് അഷ്ടമി വരുന്നത് കൊണ്ട് തന്നെ ഗ്രന്ഥം വെക്കേണ്ടുന്ന സമയം, ഗ്രന്ഥം പൂജിക്കാൻ വെക്കേണ്ടുന്ന സമയം സന്ധ്യക്ക് 6-നും വൈകിട്ട് 8-നും ഇടയിലുള്ള സമയത്താണ് നമ്മൾ ഗ്രന്ഥങ്ങൾ പൂജിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളിലോ അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ പുണ്യസങ്കേതങ്ങളിലോ വെക്കേണ്ടത്. എപ്പോഴും സപ്തമിയുടെ അന്ന് എന്ന് വെച്ചാൽ ഒക്ടോബർ 10-ാം തീയതി വ്യാഴാഴ്ച 12 മണി മുതൽ അഷ്ടമി തുടങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാവിലെയാണ് സപ്തമി ഉള്ളത്. കലണ്ടറിൽ നോക്കുമ്പോൾ സപ്തമി എന്നായിരിക്കും നമുക്ക് കാണുക. എന്നാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള അഷ്ടമിയെ അവിടെ എഴുതി കാണിക്കില്ല ചിലപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പം വിചാരിക്കും ഇന്ന് സപ്തമി അല്ലേ, ഇന്ന് വെക്കണ്ട എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി അഷ്ടമി ആരംഭിക്കുകയും ആ അഷ്ടമി സന്ധ്യക്ക് രാത്രി പിറ്റേന്ന് രാവിലെ 11 മണി വരെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സപ്തമിയായിട്ടുള്ള 10-ാം ദിവസം സന്ധ്യക്കാണ് ഈ പറയുന്ന ഗ്രന്ഥം പൂജിക്കാൻ വെക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സപ്തമി, ഈ അഷ്ടമി കഴിയുന്നത് എപ്പോഴാണ്? 11-ാം തീയതി 11 ഉച്ചയോടുകൂടി 11 ആ അഷ്ടമി കഴിഞ്ഞു. പിന്നീട് ആ നവമിയുടെ പൂജ നടക്കും. എപ്പോഴും നമുക്ക് കാണുമ്പോൾ 8-ാം ദിവസം എന്ന് തോന്നുക. അപ്പോൾ ആ ദിവസം ആ പൂജ കഴിഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ശരിക്കും ദശമി വരേണ്ടത്. എന്നാൽ ദശമി വരുന്നത് എപ്പോഴറിയോ? ഈ പറയുന്ന 12-ാം തീയതി രാവിലെ 11 മണി വരെ നവമിയാണുള്ളത്. രാവിലെ 11 മണി വരെ നവമി ഉള്ളത് കൊണ്ട് എപ്പോഴും ഒക്ടോബർ 12-ാം തീയതി രാവിലെ 11 മണി വരെ നവമി ആയതുകൊണ്ട് തന്നെ എന്താ സ്ഥിതി? ദശമി അന്ന് ആഘോഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിജയദശമി 13-ാം തീയതിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ 13-ാം തീയതിയാണ് ഗ്രന്ഥമെടുക്കേണ്ടത്. ഗ്രന്ഥപൂജ നടത്തി ആ കാര്യങ്ങളായിട്ട് ഗ്രന്ഥം നമ്മൾ എടുക്കുമല്ലോ, അത് 13-ാം തീയതിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. 13-ാം തീയതിയും വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. രാവിലെ 9 മണിയാകുമ്പോഴേക്കും ഈ ദശമിയുടെ സമയം കഴിയും. അപ്പോൾ 9 മണിക്ക് മുമ്പ് വേണം ഈ ഗ്രന്ഥം എടുക്കാനും വായിക്കാനും ഒക്കെ. അതുപോലെ ഈ ആദ്യാക്ഷരം കുറിക്കുന്ന വിദ്യ ആരംഭം കുറിക്കുന്ന ആൾക്കാർക്കും രാവിലെ 9 മണിക്ക് മുമ്പ് തന്നെ വിദ്യ ആരംഭം കുറിച്ചിരിക്കണം. നമ്മുടെ ഇഷ്ടത്തിന് 10-11 മണി വരെ. കാരണം ഇന്നൊക്കെ എല്ലാം ബിസിനസ്സാണ്. അതുകൊണ്ട് മനോരമയും മാതൃഭൂമിയും അതുപോലെ തന്നെ പല ആൾക്കാരും മത്സരിച്ചിട്ട് പല സ്ഥലങ്ങളിൽ നടത്താറുണ്ട്. ശരിക്കും നമ്മൾ മനസ്സിലാക്കുക, രാവിലെ 9 മണിക്ക് ശേഷം വിദ്യാരംഭം കുറിക്കുന്നത് ശരിയല്ല. അതിന് മുമ്പായിട്ട് ചെയ്യണം എന്നർത്ഥം. ദശമിയുടെ അന്ന് 7 നാഴിക 10 വിനാഴിക മാത്രമേ ദശമി തിഥി ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ ആൾക്കാരും വിദ്യാരംഭം കുറിക്കുകയാണെങ്കിലോ ഇനി അതല്ല നമ്മുടെ ഈ പറയുന്ന ഗ്രന്ഥം എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്തവണ 4 ദിവസം സന്തോഷമുണ്ടല്ലോ അല്ലേ? പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഇനി 4 ദിവസം പുസ്തകം നോക്കണ്ടല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഗ്രന്ഥം വെക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഗ്രന്ഥം വെക്കുന്ന സമയത്ത് പുസ്തകം വായിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നതിനെക്കുറിച്ച് വിശദമായിട്ടൊരു പ്രഭാഷണം ഇതിന് തൊട്ട് പുറകെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടി നിങ്ങൾ കാണുക. അതോടൊപ്പം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഇതിന് തൊട്ട് താഴെ രേഖപ്പെടുത്താം. ഏതായാലും ഇത്തവണ എല്ലാവരും വളരെ ഗംഭീരമായിട്ട് ഈ നവരാത്രി ആഘോഷിക്കുക. വളരെ ശ്രേഷ്ഠമായിട്ട് നിരവധി ആഘോഷങ്ങൾ നടത്താനുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും മുഹൂർത്തവും കാര്യങ്ങളും അറിഞ്ഞു വേണ്ടി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാം. ഈ ഗ്രന്ഥം വെപ്പിന് ഈ ഒരു സമയമാണ് ഉള്ളത്. ആ ഗ്രന്ഥം വെപ്പ് അതിൻ്റെതായ പവിത്രതയോടുകൂടി നമ്മൾ ചെയ്യുക. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഇതിന് തൊട്ട് പുറകെ വരും. എല്ലാവരും കാത്തിരിക്കുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തിക്കാണും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഇതിന് താഴെ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.